രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് പുറത്തെത്തിക്കഴിഞ്ഞു. അനിവാര്യമായ വിധി ആ യുവ നേതാവ് ഏറ്റുവാങ്ങുകയായിരുന്നു എന്ന് പറയാം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ചവറ്റുകുട്ടയിലായി മറ്റൊരു നേതാവുമില്ല എന്നത് വസ്തുതയാണ്. ഒത്തിരിയേറെ പരിഗണനകൾ കിട്ടിയിട്ടും പൊതുരംഗത്ത് പാലിക്കേണ്ട മിനിമം മാന്യത പോലും പാലിച്ചില്ല എന്നതാണ് രാഹുലിന് വിനയായത്. 1987 മുതലുള്ള ഒട്ടുമിക്ക നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് രക്ഷയാകുന്നത് UDFന്റെ കോൺഗ്രസ് നേതാക്കളുടെയും പെൺവേട്ടയുടെ കഥകളാണ്. പതിവ് തെറ്റാതെ ഇത്തവണയും LDFന് ഒരു മസാല കഥ വീണ് കിട്ടിക്കഴിഞ്ഞു. മൂന്നാം തവണയും ഭരണം കിട്ടുമെന്ന പ്രത്യാശയിൽ CPM ക്യാമ്പുകളിൽ ആവേശപൂത്തിരി കത്തുകയാണ്. പുറമെ രാഹുലിനെ പരമാവധി സംരക്ഷിച്ച് KPCC പ്രസിഡന്റും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും പിണറായി വിജയന് വീണ്ടും ചുവപ്പ് പരവതാനി വിരിച്ചു കഴിഞ്ഞു എന്ന ആക്ഷേപവും കോൺഗ്രസിൽ സജീവമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലടക്കം ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭാവി 100% ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കഥകൾ പുറത്തു വന്നത്. ഈ വിഷയം CPMന് അപ്രതീക്ഷിത രക്ഷാകവചമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരം മസാല കഥകൾ രാഷ്ട്രീയത്തിൽ കൃത്യമായി ഉപയോഗിച്ച് പരിചയമുള്ളവർ വീണ് കിട്ടിയ അവസരം പൂർണ്ണമായി മുതലെടുക്കുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കോൺഗ്രസിനെ സ്പർശിക്കില്ലെന്ന് ആദ്യം പറഞ്ഞ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് പിന്നീട് അത് തിരുത്തി പറയേണ്ടി വന്നതും കേരളം കണ്ടു. അതിജീവതയുടെ പരാതി വരും മുമ്പേ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പാർലമെന്റ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ മുഖം രക്ഷിച്ചതാണ്. സതീശൻ, മുരളീധരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തുടക്കം മുതൽ രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്തു. എന്നാൽ വർക്കിംഗ് പ്രസിഡന്റുമാരായ വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ എന്നിവരാണ് ഇവിടെ രാഹുലിനെ സംരക്ഷിക്കാൻ മുന്നിൽ നിന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇവരുടെ നീക്കങ്ങൾക്ക് പരോക്ഷമായ പിന്തുണയും നൽകി. MLA എന്ന നിലയിൽ അയാളെ പാലക്കാട് സജീവമാക്കാൻ ചരട് വലിച്ചത് ഈ 4 സംഘമാണ്. ചൈനയിൽ മാവോയുടെ ഭരണകാലത്ത് പിന്നാമ്പുറത്ത് നിന്ന് അധികാരം കയ്യാളിയ ഗ്യാങ് ഓഫ് 4 എന്നറിയപ്പെട്ട ഗൂഢസംഘത്തിന് സമാനമായാണ് കോൺഗ്രസിലെ ഈ സംഘം എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രാഹുൽ അനുകൂലികളുടെ സൈബർ ആക്രമണം അതിരുവിട്ടപ്പോഴും സണ്ണി ജോസഫും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും മൗനം പാലിച്ചത് ദുരൂഹമാണ്. ഈ 4 സംഘത്തിന്റെ ഒത്താശയോടെയാണ് സതീശനെതിരെ സൈബർ ഗുണ്ടകൾ അഴിഞ്ഞാടിയത് എന്നാണ് പാർട്ടിക്കുള്ളിൽ പരസ്യമായ രഹസ്യമാണ്. സൈബർ വെട്ടുകളികളെ തള്ളിപ്പറയാനോ നിയന്ത്രിക്കാനോ ഇവർ തയ്യാറായില്ല. പ്രസിഡന്റ് എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമെന്ന് തെളിയിച്ച സണ്ണി ജോസഫ് ഈ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കയ്യിലെ പാവയായി മാറി എന്നതാണ് വാസ്തവം. തുടരെ രാഹുലിനെതിരെ പീഡന പരാതികൾ ഉയർന്നിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തെ അട്ടിമറിച്ചത് ഇവരാണെന്ന് മുതിർന്ന നേതാക്കൾക്ക് പരാതിയുണ്ട്. അതിജീവിതയുടെ പീഡന പരാതിയും ഗർഭം അലസിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള വിവരങ്ങളും പുറത്തു വന്നതോടെയാണ് മാങ്കൂട്ടത്തിലും സംരക്ഷകരും പ്രതിസന്ധിയിലായത്. 8 ദിവസമായി രാഹുൽ ഒളിവിലാണ്. ഒരു ന്യായവും പറയാനില്ലാതെ ഇതുവരെയും ഒളിച്ചു കളിച്ച നേതാവിനെ പുറത്താക്കണമെന്ന് സതീശൻ, മുരളീധരൻ, രമേശ് ചെന്നിത്തല, സുധീരൻ എന്നിവർക്ക് പുറമെ വനിതാ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ആവശ്യപ്പെട്ടു. എന്നിട്ടും മുൻകൂർ ജാമ്യവിധി വരട്ടെ എന്ന മെല്ലെപ്പോക്കിലായിരുന്നു സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും സ്വീകരിച്ചത്. രണ്ടാമതൊരു ബലാത്സംഗ പരാതി വന്നതോടെയാണ് അയാളെ കൈവിടാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥ വന്നു ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചാനലുകളുടെ പ്രൈം ടൈം ചർച്ചകളിൽ ഉൾപ്പെടെ എല്ലാ നേരവും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് MLAയുടെ ഇക്കിളി വാർത്തകൾ നിറയുകയാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഈ പീഡന വാർത്തകൾ ചർച്ചയാകുന്നത് UDF സ്ഥാനാർത്ഥികൾക്ക് തലക്കേറ്റ അടി പോലെയായി കഴിഞ്ഞു. വോട്ട് ചോദിച്ച് ജനത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഈ വിഷയത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് UDF സ്ഥാനാർത്ഥികൾ. മുസ്ലിം ലീഗ് അടക്കമുള്ള UDF പാർട്ടികളും രാഹുൽ വിഷയം വലിയ മാനക്കേട് ഉണ്ടാക്കിയെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട്.